ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികത്തിൻ്റെയും എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് സ്വർഗാരോപണം. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം നമ്മൾ ചില പരിമിതികളിലാണ്. ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു പരിമിതിയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. സമയത്തിൻ്റെ പരിമിതി, സ്ഥലത്തിൻ്റെ പരിമിതി, ശരീരത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ പരിമിതികളെയെല്ലാം നമ്മൾ അതിജീവിച്ച് സ്വതന്ത്രരാകുന്ന, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പരിമിതികളുടെ അതിജീവനമാണ്. ഈ പരിമിതികളെ അതിജീവിച്ച്, ഏതൊക്കെ പരിമിതികൾ? സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ പരിമിതികളെ അതിജീവിച്ച് പരിമിതികളില്ലാത്ത സമ്പൂർണമായ സ്വാതന്ത്ര്യമുള്ള ദേശത്തേക്ക് നമ്മൾ യാത്രയാകുന്നതാണ് പരമമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ശരീരത്തിൻ്റെ പരിമിതിയെ അതിജീവിച്ച് ഒരു രോഗവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണ്? മരിക്കുമ്പോഴാണ്. എല്ലാ രോഗവും മാറുന്നത് എപ്പോഴാണ്? മരിക്കുമ്പോൾ. അപ്പം ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ, അതാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മരണത്തിരുന്നാൾ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കാറില്ല. പരിശുദ്ധ അമ്മയ്ക്ക് മരണത്തിരുന്നാളില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ളത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തിരുനാളാണ്. അമ്മയുടെ ശരീരവും ആത്മാവും ഒരുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇനി ആ ശരീരം അതൊരു സ്വർഗീയ ശരീരമാണ്. സമയത്തിൻ്റെ പരിമിതിയില്ല, കാലത്തിൻ്റെ പരിമിതിയില്ല, ഒരു പരിമിതികളുമില്ല. നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവ്യബലി ആഘോഷിക്കുമ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ സ്വർഗീയമായ സ്വാതന്ത്ര്യം? നമ്മളെല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അനുഗ്രഹവും മരിച്ചിട്ട് കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. മരിച്ചിട്ട് മാത്രം കിട്ടാനാണെങ്കിൽ അല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ മനുഷ്യരായി ജീവിക്കണം. സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ എപ്രകാരം ആസ്വദിക്കണമെന്ന്, ഒന്ന് സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ ഈ ഭൂമിയിലുള്ള ജീവിതം വഴി സ്വന്തമാക്കണമെന്നും അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ സ്വാതന്ത്ര്യം എങ്ങനെ ആസ്വദിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു. തന്നെ അമ്മ സമർപ്പിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിന് കീഴടങ്ങിക്കൊണ്ട്, കർത്താവിൻ്റെ അടിമയായി മാറിക്കൊണ്ടാണ് അമ്മ സ്വർഗീയ സ്വാതന്ത്ര്യം ആസ്വദിച്ചത്. കൈയടിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ അടിമയായി മാറുക എന്നതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യം ഭൂമിയിൽ ആസ്വദിക്കാനുള്ളൊരു മാർഗം. രണ്ടാമത്തെ മാർഗം ശുശ്രൂഷയുടെ മാർഗമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയോടുകൂടെ, എലിസബത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ പോയത് ശുശ്രൂഷിക്കാനാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് വഴി നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആരാധനയുടെ ഒരു ജീവിതം. സ്വർഗത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. സ്വർഗത്തിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ എന്താണുള്ളത്? ആരാധനയാണുള്ളത്. രാത്രി മുതൽ പ്രഭാതം വരെ എന്താണുള്ളത്? അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധ അമ്മ ആസ്വദിക്കുക, ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ പാടിയത്,
എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആരാധനയുടെ ജീവിതം വഴി അവൾ തൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ സ്വർഗീയ ജീവിതമാക്കി മാറ്റി. ഹല്ലേലൂയ. അതുപോലെ സ്നേഹത്തിൻ്റെ ജീവിതം അവൾ നയിക്കുകയും സഹനത്തിൻ്റെ ജീവിതം നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം ആസ്വദിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ ഭൂമിയിൽ വെച്ച് സ്വർഗം ആസ്വദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം സ്വർഗ കവാടങ്ങൾ തുറന്നുകൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കും ഈ ഭൂമിയിൽ വെച്ച് സ്വർഗം ആസ്വദിക്കാൻ പരിശുദ്ധ അമ്മ മാതൃകയാണ്, മധ്യസ്ഥയാണ്. നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗീയമായ സ്വാതന്ത്ര്യം ആസ്വദിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഭയത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധമായ ഈ ദിവ്യബലിയിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ ഭൂമിയിൽ വെച്ചു തന്നെ സ്വർഗീയ മനുഷ്യരായി ജീവിക്കാൻ, സ്വർഗീയ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഈ ആന്തരികമായ സ്വർഗീയ സ്വാതന്ത്ര്യം പാപത്തിൻ്റെ ഫലമായി നമ്മൾ നഷ്ടപ്പെടുത്തുകയും സ്വർഗത്തിൻ്റെ മനുഷ്യരെന്നതിനേക്കാൾ പാപത്തിൻ്റെയും നരകത്തിൻ്റെയും മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ വ്യാപരിച്ചു പോവുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും ദൈവാരാധനയുടെയും ജീവിതം നയിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ